ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ചൂടും തണുപ്പും മഴയും ഒക്കെ കൂടെ ചേർന്ന ഒരു ക്ലൈമറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഉപകാരപ്പെടും കേട്ടോ. ഡ്രിങ്ക് അല്ല കേട്ടോ, നല്ലൊരു ചായ തന്നെ എന്ന് നമുക്ക് പറയാം. വൈകുന്നേരം നമ്മൾ എല്ലാവരും ചായ കുടിക്കാറുണ്ടല്ലോ. അപ്പോൾ എല്ലാ സാധാ ചായക്ക് പകരം എല്ലാവരും ഒന്ന് ഇതേപോലത്തെ ഒരു ചായ കുടിച്ച് നോക്കുക. അത്യാവശ്യം തുമ്മലും മൂക്കൊലിപ്പും ജലദോഷവും കഫത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഒരു ഉപകാരപ്രദമായ ഒരു ചായയാണ് കേട്ടോ. ഉറപ്പായിട്ടും ഇത് കുടിക്കുമ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതുമല്ല, കുട്ടികൾക്കാണെങ്കിൽ കൂടി ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർക്കായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വയറിൻ്റെ അസുഖത്തിനും ചെറിയൊരു തുമ്മലും ജലദോഷവും ഒക്കെ പെട്ടെന്നൊന്ന് മാറിക്കിട്ടാൻ പമ്പ കിടക്കാൻ ഏറ്റവും നല്ലൊരു ചായയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഇല അറിയാമല്ലോ. പനിക്കുറുക്ക എന്ന് ചിലടത്ത് പറയും, ചിലടത്ത് നവര ഇല എന്ന് പറയും. അങ്ങനെ ഓരോ സ്ഥലത്തും ഇതിന് ഈ ഇലയ്ക്ക് ഓരോ പേരാണ് കേട്ടോ. പക്ഷേ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. അപ്പോൾ ഈ ഇല വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി ചായ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 8-9 ഇല വരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊരു 9 ഇല ഇട്ട് കൊടുക്കാമേ. 9 ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-6 അല്ലി കുരുമുളകും അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ നല്ലോണം കുറച്ച് വെച്ചിരിക്കുകയാണ്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച ഇഞ്ചിയെല്ലാം അതിനോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേയിലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കടുപ്പം എത്രയാണോ അതനുസരിച്ചുള്ള തേയിലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൊടി ആയിരുന്നതുകൊണ്ട് ഞാൻ പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിലുള്ളതും ശർക്കര കട്ടയാണെങ്കിലും ഇതേപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്ത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ. ഓക്കെ, ഇനി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശർക്കരയെ ആഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും മതി. ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരിച്ചെടുക്കുന്ന മട്ടിയും നല്ലതാണ് കേട്ടോ. അത് നമുക്ക് ചെടികളുടെ ഒക്കെ മൂട്ടിലിട്ട് കൊടുത്താൽ അത് നല്ലോണം നല്ലൊരു ഘടകമാണ് കേട്ടോ. അപ്പം ചായ നല്ലോണം എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ കയ്പ്പൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഒരു കയ്പ്പുമില്ല. ഇഞ്ചിയുടെ ഏലക്കയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. ഞാനിത് അരിച്ചെടുത്തിനോട് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. അപ്പം കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഏത് പ്രായക്കാർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. നമ്മുടെ ഈ ക്ലൈമറ്റിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതേപോലൊരെണ്ണം തയ്യാറാക്കി കുടിച്ചു നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെറിയ തുമ്മലും ജലദോഷവും ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു ശമനം ഉണ്ടാവാൻ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കണം.